Hi everyone, welcome back to my YouTube channel Philomath for Easy Mathematics. So ഇന്ന് നമ്മള് പ്ലസ് വണ്ണിലെ ചാപ്റ്റേഴ്സിന് ശേഷം പ്ലസ് ടുവിലെ ചാപ്റ്റർ ആണ്, പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ കാരണം പ്ലസ് ടുവിലെ ഇപ്പൊ ക്ലാസ് തുടങ്ങിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പോർഷൻസ് തീർക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് പ്ലസ് ടുവിലേക്ക് ഞാൻ വന്നത്. സോ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലസ് ടുവിലെ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, സോ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, പ്ലസ് വണ്ണിൽ പഠിച്ച ഒരു സംഭവം തന്നെയാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ആൻഡ് ബേസിക് ആയിട്ട് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചത് അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും മാത്രമാണ്. സോ നിങ്ങൾക്ക് ഈ പ്ലസ് ടുവിലെ ചാപ്റ്ററിലേക്ക്, ഈ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ പലതും നമ്മൾ മറന്നിട്ടുണ്ടാവും. സോ അതിലേക്ക് നമുക്കൊന്ന് ഓടിയെത്താം. മെയിൻ കണ്ടന്റ്സും ഡെഫിനിഷനും ഒക്കെ നമുക്കൊന്ന് പറയാം. സോ റിലേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം പഠിച്ചത്, പ്ലസ് വണ്ണിൽ പഠിച്ചത് എ ക്രോസ് ബി, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ് പഠിച്ചത്. അതായത് ഒരു സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3, ഓക്കെ, അതുപോലെ ബി ഈക്വൽ ടു സെറ്റ് 4 5 ആണെങ്കിൽ നമ്മള് അതിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്ന് പഠിച്ചു. അതായത് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? എ ക്രോസ് ബി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എ ക്രോസ് ബി എങ്ങനെ എഴുതുക? എയിലെ ഫസ്റ്റ് എലമെന്റ് അല്ലെ, എയിലെ ഫസ്റ്റ് എലമെന്റ് ഏതാ? 1, ഓക്കെ, 1, ആൻഡ് ബിയിലെ ഫസ്റ്റ് എലമെന്റ് 1 4. അതിനെ ഓർഡേർഡ് പെയറിലാക്കുക. ഓക്കെ, ഓർഡേർഡ് പെയറിലാക്കുക. ഇതിനാണ് ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. എ ക്രോസ് ബിയിൽ ഉണ്ടാകുന്ന എലമെന്റ്സ് എങ്ങനെയായിരിക്കും? ഓർഡേർഡ് പെയർ ആയിരിക്കും. ഓർഡേർഡ് പെയർ മീൻസ് രണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരു കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓർഡേർഡ് പെയർ എന്ന് പറയാം. ഓക്കെ, സോ ഓർഡേർഡ് പെയറിന്റെ രൂപത്തിലായിരിക്കും എ ക്രോസ് ബിയിലുള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കുക. ആൻഡ് 1 4, എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഇതിൽ 1 4, ദെൻ 1 വെച്ചിട്ട് അടുത്തത് ഏതാ ഉള്ളത്? 1 5, 1 5. ഇനി ഇതിൽ 1 വെച്ചിട്ട് ഏതെങ്കിലും ഉണ്ടോ ഇവിടെ? 1 4 എഴുതി, 1 5 എഴുതി, ഇനി ഇല്ല. ഇനി ഏതാ ഉള്ളത്? 2 2 4 അല്ലെ, 2 4, പിന്നെ 2 5 2 5, then 3 4, then 3 5, then സെറ്റ് ക്ലോസ് ചെയ്യുക, ബ്രേസസ് ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ കോമ വെച്ചിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, എ ഇതും ബി ഇതും ആണെങ്കിൽ എ ക്രോസ് ബി ഇതാണ്. നമ്മൾ പഠിച്ചു ഒരു റിലേഷൻ എന്ന് പറഞ്ഞാല് റിലേഷൻ ആർ, റിലേഷൻ നമ്മൾ ആർ എന്ന് പറയുകയാണെങ്കിൽ ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ത്? റിലേഷൻ. എ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ഫസ്റ്റ് പ്ലസ് വണ്ണിൽ പഠിച്ചതായിരുന്നു. റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഓക്കെ, അതായത് എ ക്രോസ് ബി എങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചു. ആൻഡ് റിലേഷൻ ഇതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഒരു റിലേഷൻ എഴുതാൻ പറഞ്ഞാല് നമുക്ക് ഇങ്ങനെ എഴുതാം: ആർ ഈക്വൽ ടു സെറ്റ് 1 4 1 5. ഓക്കെ, സബ്സെറ്റ് എന്ന് പറഞ്ഞാല് ഇതിലുള്ള ഏതെങ്കിലും എലമെന്റ്സ് എഴുതിയതാണ് സബ്സെറ്റ് അല്ലെ. സോ ഇത് ഒരു റിലേഷൻ ആണ്. കാരണം എന്താ? ഇതെന്താ ഇത് റിലേഷൻ ആവാൻ കാരണം എന്താ? ഇത് എ ക്രോസ് ബിയുടെ എന്താണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. ഇതിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: 1 റിലേറ്റഡ് ടു 4. ഇങ്ങനെ പറഞ്ഞാലും ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, സെറ്റിനുള്ളിൽ ഓർഡേർഡ് പെയർ ആക്കി എഴുതിയാലും 1 റിലേറ്റഡ് ടു 4 അല്ലെ, 1 റിലേറ്റഡ് ടു 4 ആണ്, 1 റിലേറ്റഡ് ടു 5 ആണ്, 2 റിലേറ്റഡ് ടു 4 ആണ്, അങ്ങനെ. ഓക്കെ, അതിനെ നൊട്ടേറ്റ് ചെയ്യുന്ന വേറൊരു രീതിയാണ് ഇത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ്. സോ ഇത്തവണ നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് ഏതൊക്കെ തരത്തിലുള്ള റിലേഷൻസ് ആണ് ഉള്ളത്, മെയിൻ ആയിട്ടുള്ളത്. സോ ടൈപ്സ് ഓഫ് റിലേഷൻസ്, ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് റിലേഷൻസ് എന്ന് പറയുമ്പോൾ അതിന് ഫസ്റ്റ് വൺ ആണ് void relation. Okay, first one is void relation. Void relation. So എന്താണ് void relation എന്ന് പറഞ്ഞാല് നമ്മൾ പ്ലസ് വണ്ണില് നമ്മൾ സെറ്റുകൾ പറഞ്ഞപ്പോ പറഞ്ഞു, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു.
നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് വോയിഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇഫ് ദർ എക്സിസ്റ്റ് നോ എലമെന്റ്സ് ഇൻ എ സെറ്റ് ദെൻ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് വോയിഡ് സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ അതായത് ഒരു എലമെന്റും ഇല്ലെങ്കിൽ അതിനാണ് നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറഞ്ഞത്. അതേപോലെ വോയിഡ് റിലേഷൻ എന്ന് പറഞ്ഞാല് വെൻ ഇൻ എ റിലേഷൻ സെറ്റ് ഇഫ് ദർ എക്സിസ്റ്റ് നോ എലമെന്റ്സ്, അതായത് ഒരു റിലേഷനിൽ ഒരു എലമെന്റും ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, വോയിഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. വോയിഡ് സെറ്റ് പോലെ തന്നെ വോയിഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇഫ് ദർ എക്സിസ്റ്റ് നോ എലമെന്റ്സ് ഇൻ എ റിലേഷൻ then that set is called a void relation. If there exist no elements. Okay, if there exists no elements in a relation then that relation is called a void relation. Okay, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അതിന്റെ എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ let a equal to set 1 2 3 and b equal to set 4 5. ഓക്കെ, ഇതാണ് രണ്ട് സെറ്റുകള്. ഓക്കെ, നമ്മളോട് പറയുന്ന ഒരു റിലേഷൻ തരുന്നുണ്ട് ആൻഡ് ആ റിലേഷൻ എന്ന് പറയുന്നത് വോയിഡ് റിലേഷൻ ആണെന്നാണ് എക്സാമ്പിൾ തരുന്നത്. വോയിഡ് റിലേഷന്റെ എക്സാമ്പിൾ ആണല്ലോ തന്നിട്ടുള്ളത്. സോ നമുക്ക് തന്ന റിലേഷൻ ഇങ്ങനെയാണ്. സപ്പോസ് r is equal to set of all ordered pair AB such that, ഈ റിലേഷൻ ഇങ്ങനെയാണ് പറയുക. അതായത് നമ്മൾ പറഞ്ഞു സെറ്റുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും ആണ്. റിലേഷൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരിക അധികവും റോസ്റ്റർ ഫോമിലായിരിക്കും തരിക. ആൻഡ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലായിരിക്കും തരിക. അതിനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ r is equal to set of all AB such that, ഓക്കെ, ഇങ്ങനെയാണ് വായിക്കുക. നമ്മൾ നേരത്തെ set of all x such that എന്ന് പറഞ്ഞിരുന്ന പോലെ set of all AB such that a plus b is less than 0. Okay, for every a belongs to a and b belongs to b. Okay, സെറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് പറയുന്നത് എങ്ങനെയാണ്, set of all ordered pair AB such that a plus b is less than 0 for every a belongs to a and b belongs to b. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എയും തന്നിട്ടുണ്ട് ബിയും തന്നിട്ടുണ്ട്. സോ എ ക്രോസ് ബി കാണും. എ ക്രോസ് ബി എന്താണ്, എ ക്രോസ് ബി നമ്മൾ നേരത്തെ ചെയ്തു. 1 ഇവിടുത്തെ 1 എഴുതി, ദെൻ ഇവിടുത്തെ 4 1 4, നെക്സ്റ്റ് ഇവിടുത്തെ 1 ഇവിടുത്തെ 5 1 5, നെക്സ്റ്റ് 2 2 4, ദെൻ 2 5 3 4 and 3 5. ഓക്കെ, ഇങ്ങനെയാണ് 1 4 1 5 2 4 2 5 3 4 3 5. ഇങ്ങനെയാണ് എ ക്രോസ് ബി. ആൻഡ് നമ്മളോട് റിലേഷൻ പറഞ്ഞിട്ടുള്ളത് എന്താ, സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ലെസ് ദാൻ 0. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ്, അതായത് ഈ ഓർഡർ പെയറിലെ ഓരോന്നിനെയും എ ബി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് എ ആണെങ്കിൽ ഇത് ബി. ഓക്കെ, ഇത് എ ആണെങ്കിൽ ഇത് ബി, ഇത് എ ആണെങ്കിൽ ഇത് ബി, ഇത് എ ആണെങ്കിൽ ഇത് ബി, അങ്ങനെ. ഓക്കെ, അതായത് എ പ്ലസ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 വരണം ഓരോ ഓർഡർഡ് പെയറിന്റെയും. സോ ഇതില് ഏതെങ്കിലും ലെസ് ദാൻ 0 ഉണ്ടോ? അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ലെസ് ദാൻ 0 കിട്ടുമോ? 1 plus 4 എത്രയാ? 1 plus 4 is 5 അല്ലെ? 1 plus 4 is 5. അപ്പൊ അതെന്തായാലും ലെസ് ദാൻ 0 അല്ല. 1 plus 5 is 6, ലെസ് ദാൻ 0 അല്ല. 2 plus 4 is 6, നോട്ട് ലെസ് ദാൻ 0. അങ്ങനെ ഏത് നോക്കിയാലും എല്ലാം 0യേക്കാൾ എന്താണ്, കൂടുതലാണ്. സോ ഇങ്ങനൊരു റിലേഷനിൽ പറയാനായിട്ട് ഒരു എലമെന്റ് പോലും ഇല്ല. ഓക്കെ, ഒന്നുകൂടി പറയാം. എ ബി സച്ച് ദാറ്റ് എ പ്ലസ് ബി ലെസ് ദാൻ 0 ഫോർ എവരി എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി എന്നതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, റിലേഷൻ ഉണ്ടായിരുന്നത്. സോ ആ റിലേഷനെ നമ്മൾ പറയുന്നതിന് മുമ്പ് എ ക്രോസ് ബി പറയാ. എ ക്രോസ് ബി നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. പക്ഷെ അതിൽ നിന്നും നമുക്ക് ഒരു റിലേഷൻ പോലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് എ പ്ലസ് ബി ലെസ് ദാൻ 0 എന്നുള്ള ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരെണ്ണം പോലും ഇല്ല. സോ ദിസ് ഈസ് നോട്ട് എ relation. Okay, so this is not a relation, hence relation ആണ്, പക്ഷെ this contains no elements. Okay, ഇതില് ഒരു എലമെന്റ് പോലും ഇല്ല. Okay, so this is a void relation. Okay,
ഓക്കെ, അതാണ് നമ്മുടെ വേർഡ് റിലേഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഓക്കെ, എക്സാമ്പിൾ 2. Let set A is equal to BC and B is equal to set IO. ഓക്കെ, രണ്ട് സെറ്റുകളാണ്. ആൻഡ് റിലേഷൻ എന്ന് പറയുന്നത് R is equal to set of all AB such that both A and B are vowels. Okay, അതായത് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ബി സച്ച് ദാറ്റ് ബോത്ത് എ ആൻഡ് ബി ആർ വവൽസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം, ഇവിടെ എ ഇതാണ്, ബി ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത പോലെ ഇത് സെക്കൻഡ് എക്സാമ്പിൾ ആണ്. ആദ്യം ചെയ്യേണ്ടത് എന്താ? എ ക്രോസ് ബി കാണുക. എ ക്രോസ് ബി കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു, എങ്ങനെ എ ക്രോസ് ബി എഴുതിയത് ഞാൻ വീണ്ടും പറയണോ? അതായത് എയിലെ ആദ്യത്തെ എലമെന്റ് എടുത്തു ബി അല്ലെ, ആൻഡ് ബിയിലെ ആദ്യത്തെ എലമെന്റ് എടുത്തു ഐ. ഓക്കെ, ഇനി ബി വീണ്ടും ഇവിടുത്തെ ആദ്യത്തെ എലമെന്റ് എടുത്തു ബി, ആൻഡ് ഇവിടുത്തെ രണ്ടാമത്തെ എലമെന്റ് ഒ. ഓക്കെ, ഇവിടുത്തെ സി ഐ, അതുപോലെ സി ഒ. ഇങ്ങനെ 4 എലമെന്റ്സ് ആണ് അതിലുണ്ടാവുക. ആൻഡ് ഇതിൽ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ റിലേഷൻ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് ബോത്ത് എ ആൻഡ് ബി ആർ വവൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് എയും ബിയും ആണ്, ഇത് എയും ബിയും ആണ്. അങ്ങനെ ഉള്ള എയും ബികളുടെ കണക്ഷൻ ആണ് ഈ എ ക്രോസ് ബി എന്ന് പറയുന്നത്. അതില് എയും ബിയും എന്തായിരിക്കണം? വവൽസ് ആയിരിക്കണം. ഇവിടെ ബി വവൽ അല്ല, ഐ വവൽ ആണ്. ഇവിടെ ബോത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് രണ്ടും വവൽ അല്ല, ഇത് രണ്ടും വവൽ അല്ല, ഇത് രണ്ടും വവൽ അല്ല, ഇത് രണ്ടും വവൽ അല്ല. സോ ദിസ് ഈസ് നോട്ട് എ relation. Okay, sorry, this relation contains no elements. Okay, ഈ റിലേഷനിൽ ഈ ആറിൽ എന്തില്ല? എലമെന്റ്സ് ഇല്ല. ഓക്കെ, ഈ ആറില് നൾ റിലേഷൻ ആണ്, അല്ലെങ്കിൽ വോയിഡ് റിലേഷൻ ആണ് ഈ റിലേഷൻ. ഓക്കെ, ഇത്രയാണ് വോയിഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല. വോയിഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ if there exists no elements in a relation, then that relation is called a void relation. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, സോ എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക് ആയിട്ട് പറയുന്നത്. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാല് ഒരു റിലേഷൻ, അതായത് നമ്മളിപ്പോ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പക്ഷെ ഈ സബ്സെറ്റ് തന്നെയാണെങ്കിൽ, ഈ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബി തന്നെയാണെങ്കിൽ അതിനെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് when the whole A cross B becomes a relation, then that relation is called a universal relation. Okay, universal relation എന്ന് പറഞ്ഞാൽ it is the largest subset of A cross B. Okay, largest subset of A cross B. Okay, so universal relation is the largest subset of A cross B. A cross B യുടെ largest subset ആണ് എന്ത്? universal relation. Okay, so അതിൽ പിന്നെ പറയുന്ന യൂണിവേഴ്സൽ റിലേഷന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. let A is equal to set 1 2 3, B is equal to set 4 5. Okay, ഇങ്ങനെ തന്നു കഴിഞ്ഞു. ആൻഡ് റിലേഷൻ എന്ന് പറഞ്ഞാല് R is equal to set of all AB such that A plus B mod A plus B is greater than 0. Okay, mod A plus B is greater than 0 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ 0 വേണ്ട, ഒരു 4. mod A plus B is greater than 4. സോ നമുക്കിനി എ എന്ന് പറയുന്നത് ഇതാണ്, ബി എന്ന് പറയുന്നതാണ്. നമുക്ക് എന്ത് കിട്ടിയാലും ആദ്യം എന്താ ചെയ്യേണ്ടത്? എ ക്രോസ് ബി എഴുതണം അല്ലെ?
സോ എ ക്രോസ് ബി ഞാൻ എഴുതി നോക്കി. എ ക്രോസ് ബി എങ്ങനെ എഴുതുക? ഇതിലെ ആദ്യത്തെ എലമെന്റ്, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ്. ഞാൻ കുറെ ആയി പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ ഉള്ള വീഡിയോയുടെ ഫസ്റ്റ് ഭാഗം നോക്കിയാൽ മതി. ഞാൻ എ ക്രോസ് ബി എഴുതുന്നത് അവിടെ പറയുന്നുണ്ട്. സോ ഇവിടെ 1 4 1 5 2 4 2 5 then 3 4 and 3 5. ഓക്കെ, ഈ റിലേഷനിൽ പറയുന്നത് എന്താ? ഈ റിലേഷനിൽ പറയുന്നത് മോഡ് എ പ്ലസ് ബി ഇസ് ഗ്രേറ്റർ ദാൻ 4 എന്നാണ്. ഇവിടെ എ പ്ലസ്, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്, അങ്ങനെ. ഓക്കെ, അപ്പൊ മോഡ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയതിന്റെ മോഡുലസ് വാല്യൂ. രണ്ടും പോസിറ്റീവ് അല്ലേ? ഇതും പോസിറ്റീവ്, ഇതിലൊന്നും നെഗറ്റീവ് ഇല്ല. അതുകൊണ്ട് മോഡ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് കൂട്ടിയാൽ മതി. രണ്ടും കൂടി കൂട്ടിയാല് വിൽ ബി ഗ്രേറ്റർ ദാൻ 4 ആണോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ രണ്ടും കൂടി കൂട്ടി നോക്കുകയാണ്. സോ 1 + 4 5 അല്ലെ? 4നേക്കാൾ വലുതാണ്. 1 + 5 6 4നേക്കാൾ വലുതാണ്. 2 + 4 6 4നേക്കാൾ വലുതാണ്. 2 + 5 7 3 + 4 7 3 + 5 8 എല്ലാം 4നേക്കാൾ കൂടുതലാണ്. സോ ഇതെല്ലാം എന്താണ്? ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തെഴുതാം? ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സെറ്റ് ബിൽഡർ ഫോമിലായിരുന്നു നമുക്ക് ആദ്യം ഈ ആർ ഉണ്ടായിരുന്നത്. അത് നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാം. സോ ആർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ സെറ്റ് തന്നെയാണ് വരിക. 1 4 1 5 2 4 അങ്ങനെ ഈ എലമെന്റ്സ് എല്ലാം വരും. 2 5 3 4 and 3 5. ഓക്കെ, അപ്പോ ഈ റിലേഷൻ ആണ് എന്ത്? ഇങ്ങനത്തെ റിലേഷനാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു റിലേഷനിലെ എല്ലാ എലമെന്റ്സും എന്ത് ചെയ്യാണ്? എ ക്രോസ് ബിയിലെ എല്ലാ എലമെന്റ്സും വരികയാണ്. ഇതിനേക്കാൾ വലിയൊരു റിലേഷൻ ഉണ്ടാവില്ല. ഇതിൽ നിന്ന് ഏറ്റവും മാക്സിമം ആയിട്ട് ഇത് എ ക്രോസ് ബിയിൽ ആകെ 6 എലമെന്റ് ആണുള്ളത്. ആ 6 എലമെന്റും റിലേഷനിൽ വന്നു. സോ അതായിരിക്കും ഏറ്റവും വലിയ റിലേഷൻ. ഓക്കെ, സോ ഇതൊക്കെ രണ്ടുമാണ് നമ്മൾ പഠിച്ച രണ്ട് റിലേഷൻസ്. സോ ഇത് സെക്കൻഡ് റിലേഷൻ ആയിരുന്നു. യൂണിവേഴ്സൽ റിലേഷനും അതുപോലെ തന്നെ വോയിഡ് റിലേഷനും. ഇനി അടുത്തതായിട്ട് 2 റിലേഷൻസ് കൂടി നമുക്ക് പറയാനുണ്ട്. മൂന്നാമത്തെ റിലേഷൻ ആണ് ഐഡന്റിറ്റി റിലേഷൻ. അതുപോലെ തന്നെ നാലാമത്തെ ഞാൻ കമ്പയർ ചെയ്ത് പറയാണ്. നാലാമത്തെ റിലേഷൻ ആണ് റിഫ്ലക്സീവ് റിലേഷൻ. ഓക്കെ, അതായത് മൂന്നാമത്തെ റിലേഷനും നാലാമത്തെ റിലേഷനും, ഒന്ന് ഐഡന്റിറ്റി റിലേഷൻ, ഒന്ന് റിഫ്ലക്സീവ് റിലേഷൻ. സോ എവറി എലമെന്റ് of a set is related to itself. Okay, every element is related to itself only. അതുപോലെ റിഫ്ലക്സീവ് റിലേഷൻ ആവുമ്പോ every element is related to itself. ഓക്കെ, ഇതാണ് ഐഡന്റിറ്റി റിലേഷനും റിഫ്ലക്സീവ് റിലേഷനും തമ്മിലുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. രണ്ടും സെയിം ആണ്. എവറി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ് ഓൺലി. എവറി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. ഇതിലൊരു ഓൺലി എന്ന് പറയുന്ന ഒരു കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സോ അതെങ്ങനെയാണ് ഇതിന് വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതില് റിഫ്ലക്സീവ് റിലേഷനും അതുപോലെ ഐഡന്റിറ്റി റിലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സപ്പോസ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഓക്കെ, എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. ആൻഡ് ഞാനൊരു റിലേഷൻ പറയാണ്. ഒരു റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് 1 1 2 2 and 3 3. Okay, and വേറെ റിലേഷൻ പറയാണ്. R1 R2 1 1
2 2, 3 3, 2 1, 3 2. ഓക്കെ, ഇങ്ങനെ രണ്ട് റിലേഷൻസ് ഞാൻ പറയാണ്. എ ക്രോസ് എ, ഇതിലുള്ള ഡൊമൈൻ സെറ്റ് എന്ന് പറയുന്നത് കോഡൊമൈൻ സെറ്റ് എന്ന് പറയുന്നത് എ ക്രോസ് എ തന്നെയാണ്. എയിൽ നിന്ന് എയിലേക്കുള്ളതാണ്. സോ എ ക്രോസ് എ ആണ്. ഓക്കെ, അതായത് R1ഉം R2ഉം നമ്മൾ എഴുതി, രണ്ട് റിലേഷൻസ് നമ്മൾ പറഞ്ഞു. ആൻഡ് ഫസ്റ്റ് റിലേഷനില് 1 1, 2 2, 3 3 മാത്രമേ ഉള്ളൂ. അതായത് എവരി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്, അല്ലെ? എല്ലാ എലമെന്റും അതിലേക്ക് മാത്രം റിലേറ്റ് ചെയ്തിട്ടുണ്ട്. 1 റിലേറ്റഡ് ടു 1, ഓക്കെ. അതേപോലെ 2 റിലേറ്റഡ് ടു 2, അല്ലെ? 3 റിലേറ്റഡ് ടു 3, അത് മാത്രമേ ഉള്ളൂ, അല്ലെ? ഇറ്റ് സെൽഫ് ഓൺലി എന്നുള്ളത് കൊണ്ട് ഇതെന്താണ്? R1 എന്താണ്? ഇറ്റ്സ് എ ഐഡന്റിറ്റി റിലേഷൻ. ഓക്കെ, മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇത് ഐഡന്റിറ്റി റിലേഷൻ ആയത്? 1 1, 2 2, 3 3. അതായത് എവരി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ഓൺലി, അതിലേക്ക് മാത്രമാണ്. അതായത് ഇതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 2 3 ആണുള്ളത്. എല്ലാ എലമെന്റ്സും, എവരി എലമെന്റ്സ് എന്നുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ എലമെന്റ്സും അതിലേക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? അതിലേക്ക് മാത്രമേ റിലേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുമ്പോൾ എവരി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്, എല്ലാ എലമെന്റും റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ആണ്, അതിലേക്ക് തന്നെ റിലേറ്റഡ് ആണ്. അതായത് 1 റിലേറ്റഡ് ടു 1 ആണ്, 2 റിലേറ്റഡ് ടു 2 ആണ്, 3 റിലേറ്റഡ് ടു 3 ആണ്. പക്ഷെ അവിടെ ഓൺലി എന്ന് പറയുന്നില്ല, അതിലേക്ക് മാത്രം എന്ന് പറയുന്നില്ല. സോ 2 റിലേറ്റഡ് ടു 1 ആവാം, അങ്ങനെ നമുക്ക് പറയാം. 3 റിലേറ്റഡ് ടു 2 ഒന്നും പറയാം. പക്ഷേ ഇവിടെ ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിത് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട് എവരി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ നമ്പറിലേക്ക് മാത്രമേ, ആ ഒരു എലമെന്റിലേക്ക് മാത്രമേ എന്തായിട്ടുള്ളൂ? റിലേറ്റ് ചെയ്യുള്ളൂ. 1 1ലേക്ക് മാത്രമേ ചെയ്യുള്ളൂ, ഓൺലി 1 1ലേക്ക് മാത്രമേ ചെയ്യുള്ളൂ. 2 2ലേക്ക് മാത്രമേ റിലേറ്റ് ചെയ്യുള്ളൂ. 3 3ലേക്ക് മാത്രമേ റിലേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഡെഫിനിഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ഐഡന്റിറ്റി റിലേഷൻ. സോ ഇത് ഈ ഐ എന്ന് പറയുന്നത് R1 എന്താണ്? ഐഡന്റിറ്റി റിലേഷൻ ആണ്. ആൻഡ് R2 എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. കാരണം എന്താ? ഇതിന് ഓൺലി എന്ന് പറഞ്ഞില്ല, അതിലേക്ക് മാത്രമേ റിലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത് ഏതിലേക്കും ആവാം, എക്സ്ട്രാ ആയിട്ട് ഇപ്പൊ 2 1 3 2 അങ്ങനെ ഏതിലേക്കും ആവാം. സോ അതിനെയാണ് നമ്മള് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. രണ്ടും ഏകദേശം സെയിം ആണ്, പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്, പക്ഷെ രണ്ടും ഏകദേശം സെയിം ആണ്. ഇത്ര വ്യത്യാസമേ ഉള്ളൂ, ഈ ഒരു ഓൺലിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത് 4 ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ഞാൻ ആദ്യം റിലേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ +1 ചിലപ്പോൾ മറന്നിട്ടുണ്ടാവുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ദെൻ മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഓഫ് റിലേഷൻസ് ആണ് നമ്മൾ ചെയ്തത്.